വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമാണോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുക? പിന്നെ നഴ്സിംഗ് ഹൗസ് ബിൽഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBS ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്റെ കഴിഞ്ഞ വീഡിയോസിന്റെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം കുറെ പേര് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ബട്ട് ബിഫോർ ഗോയിങ് ടു ദാറ്റ് വീഡിയോ, എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മള് 1000 പേരുള്ള ഒരു ഫാമിലി ആയിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയും വലുതാണ്. ഓക്കെ, സോ ഇനി നമ്മള് വീഡിയോയിലേക്ക് പോവാം. കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ളത്. നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റർ പ്രോഗ്രാമിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് മാൻഡറ്ററി അല്ല. പക്ഷെ ജർമ്മൻ ഒരു ബേസിക് ലെവൽ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ജോബോ ഒരു ഇന്റേൺഷിപ്പോ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു കാര്യം ചെയ്യണം, ലൈക്ക് വിസ റിന്യൂവൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്താ പറയുക കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഒരു ബേസിക് ലെവൽ ജർമ്മൻ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ പിന്നെ നിങ്ങൾ ഇവിടെ തന്നെയാണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ജർമ്മൻ B1 ലെവൽ എങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ കമ്പനീസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം IT പ്രൊഫഷണൽസ് ആണെങ്കിലും അല്ലാത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും എല്ലാവരുടെ അടുത്തും ഈ ഒരു ലെവൽ ഓഫ് ജർമ്മൻ എങ്കിലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജോബ് മാർക്കറ്റിലോട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ ലെവൽ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ജർമ്മൻ ലെവൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന്റെ കൂടെ തന്നെ ലാംഗ്വേജ് പ്രോഗ്രാമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു നല്ലൊരു പോസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട്, ആ ഒരു ഗ്യാപ്പും കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അടുത്ത എല്ലാവരുടെയും ഡൗട്ടാണ്, ഇന്ത്യയിൽ നിന്ന് നഴ്സിംഗ് പഠിക്കണോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് നഴ്സിംഗ് പഠിക്കണോ എന്നുള്ളത്. ഇതിന് ഞാനിപ്പം എവിടെ പഠിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും, കാരണം ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസസ് ആണ് എവിടെ പഠിക്കണം എന്നുള്ളത്. എന്നാലും ഞാൻ ഇപ്പൊ ഇന്ത്യയിൽ പഠിച്ചാൽ എന്താണ് കാര്യം, ജർമ്മനിയിൽ പഠിച്ചാൽ എങ്ങനെയാണ്, അങ്ങനെ അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ഡയറക്റ്റ് +2 കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അത് പോകാൻ പറ്റും. പക്ഷെ ജർമ്മനിയിൽ ഇപ്പൊ എല്ലാവരും വരുന്നത് ഹൗസ് ബിൽഡിങ്ങിനാണ്. ഹൗസ് ബിൽഡിംഗ് ഒരിക്കലും ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം അല്ല, അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പോലെയാണ്, ലൈക്ക് ഒരു ഡിപ്ലോമ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ലോകത്തിലെ എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെയെല്ലാം ഇത് റെക്കഗ്നൈസ്ഡ് ആണ്. പക്ഷെ നിങ്ങളിപ്പോൾ ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് അല്ല. അതായത് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് ഒരു സ്വിച്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ജർമ്മൻ സ്പീക്കിംഗ് അല്ലാത്ത ഒരു കൺട്രിയിൽ സ്വിച്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +2 ഇപ്പോൾ BSc പ്രോഗ്രാമിനാണെങ്കിൽ +2 സയൻസ് നിർബന്ധമാണ്. പക്ഷെ നമുക്ക് ജർമ്മനിയിൽ പഠിക്കുകയാണെങ്കിൽ +2 സയൻസ് എടുക്കണം നിർബന്ധമില്ല. കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് ഗ്രൂപ്പ് എടുത്താലും ഇവിടെ വന്നിട്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് ഇപ്പം ഗവൺമെന്റ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അതല്ലാത്ത ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജസിലൊക്കെ പഠിക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക എക്സ്പെൻസീവ് അല്ല. അതായത് നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അത് മാത്രമല്ല, നമ്മൾ നഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാ മാസവും ഇവിടെ ജീവിക്കാൻ ആവശ്യത്തിലധികം പൈസ അവർ നമുക്ക് തരുന്നുണ്ട്, സ്റ്റൈഫൻഡ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പം പിന്നെ വർക്കിംഗ് കണ്ടീഷൻ, ഇപ്പൊ നമുക്ക് 2 സ്ഥലത്തും എനിക്ക് തോന്നുന്നു പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇപ്പം ഇന്ത്യയിലാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, ജർമ്മനിയിലാണെങ്കിലും ജോലി കിട്ടും. പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെക്കാട്ടും എത്രയോ നല്ല വർക്കിംഗ് കണ്ടീഷനാണ് ജർമ്മനിയിലുള്ളത്. ഇതൊക്കെയാണ് ഒരു എന്താ പറയുക നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പിന്നെ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവില്ല ഇന്ത്യയിൽ പഠിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പറയാ ജർമ്മൻ B2 ലെവൽ നിർബന്ധമാണ്. നിങ്ങളെല്ലാം ജർമ്മനിലായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എവിടെ പഠിക്കണം, ഇന്ത്യയിൽ പഠിക്കണോ അല്ലെങ്കിൽ ജർമ്മനിയിൽ പഠിക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കുറച്ച് എന്റെ കാര്യങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ഞാൻ എവിടെയാണ് നഴ്സിംഗ് പഠിച്ചതെന്ന്. ഞാൻ നഴ്സിംഗ് പഠിച്ചത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് നഴ്സിംഗ് പഠിച്ചത്. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മൻ പഠിച്ച് ജർമ്മനിയിലേക്ക് വന്നത്. ജർമ്മൻ നാട്ടിൽ ഏത് ലെവൽ പഠിച്ചിട്ടാണ് ജർമ്മനിയിലേക്ക് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ B2 പഠിച്ച് B2 സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ ജർമ്മനിയിൽ ജോലിക്ക് വന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജർമ്മൻ പഠിച്ചായിരുന്നു. 4th ഇയർ പഠിക്കുമ്പോൾ തന്നെ നഴ്സിംഗ് 4th ഇയർ പഠിക്കുമ്പോൾ തന്നെ ജർമ്മൻ പഠിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ പാടെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. എക്സ്പീരിയൻസ് ഇല്ല. പ്രോസസ്സിങ്ങിന് എത്ര ടൈം എടുത്തു? പ്രോസസ്സിങ്ങിന്റെ കാര്യം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എത്ര ടൈം എടുക്കുന്നുണ്ട് പ്രോസസ്സിങ്ങിന് എന്നുള്ള കാര്യം. നമുക്ക് അതൊരിക്കലും ഇപ്പൊ പറയാൻ പറ്റത്തില്ല എത്ര ടൈമാണ് ശരിക്കും പ്രോസസ്സിങ്ങിന് എടുക്കുക എന്നുള്ളത്. കാരണം ചിലപ്പം എന്താ പറയാ, നമുക്ക് പ്രോസസ്സിങ്ങിനും കൂടുതൽ സമയം എടുക്കും, ചിലപ്പോൾ കുറച്ച് സമയമാണ് എടുക്കുക. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച്, ഇപ്പൊ നമ്മൾ വരുന്ന ഓരോ സ്റ്റേറ്റിനനുസരിച്ച് അത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സൗത്ത് പാർട്ടിൽ വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പ്രോസസ്സിങ് കഴിയുന്നവരുണ്ട്. പക്ഷെ നോർത്ത് പാർട്ടിൽ കുറച്ചും കൂടി ഡിലേ ആവുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്താ പറയാ ഇത്ര സമയം കൊണ്ട് നമുക്ക് വരാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് നഴ്സിംഗ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല. കൂടുതൽ ആൾക്കാർ, കൂടുതൽ കോളേജസും ഒരു 18 to 30 വരെയുള്ളവർ കാൻഡിഡേറ്റ്സിനെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്, അവർ എടുക്കുന്നുണ്ട്. പിന്നെ ചില കോളേജസ് 35 to 40 ഇയേഴ്സും എടുക്കുന്നുണ്ട്. അത് ഓരോ കോളേജിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇതുവരെ അങ്ങനെ എന്താ പറയാ ഒരു ഏജ് ലിമിറ്റ് അവർ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം എന്താ പറയാ ഈ വിസ പ്രോബ്ലം, വിസേന്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലേ ഉള്ളൂ. പക്ഷെ നോർമലി അങ്ങനെ ഇവിടെ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന്, അതുപോലെ തന്നെ ചോദിച്ചാണ്, നാട്ടിൽ നിന്ന് ഇപ്പൊ വേറെ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് വന്നവർക്ക് ഇവിടെ വന്നിട്ട് നഴ്സിംഗ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നഴ്സിംഗ് ഇനി പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏത് കോഴ്സ് കഴിഞ്ഞിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ നഴ്സിംഗ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു പ്രശ്നവുമില്ല. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് MBBS നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBS ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആൻസർ എന്ന് പറഞ്ഞാൽ എസ്, നിങ്ങൾക്ക് ഇവിടെ MBBS ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. കാരണം MBBS എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്, ജർമ്മൻസിന് പോലും. അപ്പം ഇവിടെ MBBS ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ 12th ഗ്രേഡ്, നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് 12th വരെയാണുള്ളത്, ഇവിടെ 13th ഗ്രേഡ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 1 ഇയർ സ്റ്റുഡന്റ് കൊളീഗ് ചെയ്യണം. സ്റ്റുഡന്റ് കൊളീഗിന് കോഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു പിന്നെ കോഴ്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫെസ്റ്റലുംസ് പ്രൂഫും ഉണ്ട്. ഈ ഫെസ്റ്റലുംസ് പ്രൂഫും എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റുഡന്റ് കൊളീഗ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ എക്സാം ആണ്. അത് പാസ്സാവണം. അത് പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് നോർമലി സാധാരണ പോലെ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് ഒരു സ്പെഷ്യൽ നഴ്സിംഗ് സീറ്റോ അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ MBBS പഠിക്കുന്നെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ലെവൽ C1 വേണം. കാരണം അവിടെ എല്ലാം പഠിപ്പിക്കുന്നത് ജർമ്മനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ലെവൽ C1 ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് MBBS ഇവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ +2 നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ജർമ്മൻ പഠിക്കാൻ ഇംഗ്ലീഷ് അറിയണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് അറിയണം എന്ന് നിർബന്ധമില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വേറൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ജർമ്മൻ എന്ന് പറയുന്നതും. അതായത് ഇംഗ്ലീഷുമായിട്ട് ഒരു ബന്ധവും ഇല്ല ജർമ്മന്. ആൽഫബറ്റ്സിൽ കുറച്ച് ബന്ധമുണ്ട് എന്നല്ലാണ്ട് അതിന്റെ പ്രൊനൗൺസിയേഷനും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എന്റെ കൊളീഗ്സ് ഉണ്ട്. എന്റെ കൊളീഗ്സ് ക്രൊയേഷ്യ, സെർബിയ, റഷ്യ, ബോസ്നിയ എന്നൊക്കെ വരുന്ന ഒരുപാട് കൊളീഗ്സ് ഉണ്ട്. ഇവർക്കൊന്നും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ അവർ അടിപൊളിയായിട്ട് ജർമ്മൻ സംസാരിക്കും. അപ്പൊ അതെങ്ങനെ പറ്റുന്നത്? ജർമ്മൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോലെ തന്നെ മറ്റൊരു ഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഇല്ലെങ്കിലും ജർമ്മൻ പഠിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ കുറെ പേർക്ക് പേടിയുണ്ട്. കുറെ പേര് എൻ്റെ അടുത്ത് അവർ കൺസേൺ പറഞ്ഞു, ലൈക്ക് അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പേടിയാണെന്ന്. സത്യത്തിൽ നമ്മൾ പേടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മൾ പഠിക്കാണ്ടിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മളൊരു ലാംഗ്വേജ് നമുക്കറിയാത്ത ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ ഒന്നേന്ന് തൊട്ട് പഠിക്കുമ്പോൾ അതിനെന്താണെങ്കിലും തെറ്റുകൾ ഉണ്ടാവും, ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ അത് ഒരു കുഴപ്പമില്ല. നിങ്ങളെന്നല്ല, ഞാനടക്കം നമ്മളിപ്പം എന്താ പറയാ അങ്ങനെ സംസാരിച്ച് തന്നെ ലാംഗ്വേജ് പഠിക്കുന്നത്. അതുകൊണ്ട് അതൊരു പേടിക്കേണ്ട ഒരു സംഭവമേ അല്ല. അതുപോലെ തന്നെ സ്പീക്കിംഗ് ബുദ്ധിമുട്ടാണ്, എക്സാമിന്റെ സമയത്ത് സ്പീക്കിംഗ് ബുദ്ധിമുട്ടാണെന്ന് കുറെ പേര് പറഞ്ഞിരുന്നു. സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ചെയ്തൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള്
വലിയ വലിയ വാക്കുകൾ പഠിക്കാണ്ട് ഞാൻ എക്സാമിന് പോയപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പഠിച്ചത്. അതായത് B2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വളരെ നോർമൽ ആയിട്ടുള്ള ജർമ്മൻ സെന്റൻസസ് ഒക്കെ ഞാൻ പഠിച്ചു. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെ പഠിച്ചു. കാരണം നമ്മൾ വലിയ രീതിയിൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ മനപ്പാഠം പഠിച്ചിട്ട് പോകും. ഭയങ്കര വലിയ രീതിയിലൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് അത് പ്രസന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന എക്സാമിനർ വിചാരിക്കുന്നത് ഈ കുട്ടിക്ക് ഇത്രയും നോളേജ് ഉണ്ട്, ഇത്രയും വലിയ നോളേജ് ഉണ്ട്, അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും അവർ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പം അവരങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും അറിയണ്ടാവില്ല. നമ്മൾ ഇവരെന്താ പറഞ്ഞതെന്ന് പോലും അറിയാണ്ട് പിന്നെ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ വളരെ എന്താ പറയാ സാധാരണ ലെവലിലുള്ളതായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയുന്നത് നമ്മൾ നല്ല വൃത്തിയിൽ പറയാം. നമ്മൾ പഠിച്ച കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും. സോ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. എനിക്കൊന്ന് ഞാൻ അത്യാവശ്യം കുറച്ച് ഡൗട്ട്സ് ഭയങ്കര കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതൊരു വീഡിയോ ആക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറയണം. ഞാൻ മാക്സിമം അതിന് റിപ്ലൈ തരുന്നുണ്ട്. റിപ്ലൈ ചെയ്യാം. പിന്നെന്താ, സോ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കൂടെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.